ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ ഈ പുതിയ പ്രഭാതത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണയും വിശ്വസ്തതയും നമ്മെ ചുറ്റിയിരിക്കുന്നു. ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനുള്ള ദൈവവചനം പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളാണ്. സത്യം, നീതി, കരുണ, ശത്രുവിനോട് പോലും ദയ കാണിക്കൽ, ഈ തിരുവചന ഭാഗം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ പുതുപ്രഭാതത്തിലേക്ക് തമ്പുരാനെ ഞങ്ങളെ നയിച്ചു കൊണ്ടുവന്നതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ തിരുവചന വായനയിലൂടെ, ഈ ധ്യാനത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളോട് അവിടുന്ന് സംസാരിക്കണമേ. സത്യത്തിൽ നടക്കുവാനും അന്യായത്തെ ഒഴിവാക്കുവാനും കരുണയുള്ള നല്ല ഒരു ജീവിതം നയിക്കുവാനും ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. ഈ സന്ദേശം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും തമ്പുരാനെ അവിടുന്ന് സമാധാനത്തിലും അനുഗ്രഹത്തിലും അവരെ നിറയ്ക്കുമാറാകണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. വ്യാജ വർത്തമാനം പറയരുത്. കള്ളസാക്ഷിയായിരിക്കുവാൻ ദുഷ്ടനോടുകൂടെ ചേരരുത്. ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യരുത്. ന്യായം മറിച്ചു കളയുവാൻ ബഹുജനപക്ഷം ചേർന്ന് വ്യവഹാരത്തിൽ സാക്ഷ്യം പറയരുത്. ദരിദ്രന്റെ വ്യവഹാരത്തിൽ അവനോട് പക്ഷം കാണിക്കരുത്. നിന്റെ ശത്രുവിൻ്റെ കാളയെയോ കഴുതയോ വഴിതെറ്റിയതായി കണ്ടാൽ അതിനെ അവൻ്റെ അടുക്കൽ തിരികെ കൊണ്ടുപോകണം. നിന്നെ ദ്വേഷിക്കുന്നവൻ്റെ കഴുത ചുമടുകീഴെ കിടക്കുന്നത് കണ്ടാൽ അവനെ വിചാരിച്ച് അതിനെ അഴിച്ചു വിടുവാൻ മടിച്ചാലും അഴിച്ചു വിടുവാൻ അവന് സഹായം ചെയ്യണം. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ തിരുവചന ഭാഗത്തിൽ ദൈവം തൻ്റെ ജനത്തോട് വളരെ പ്രധാനപ്പെട്ട ചില ആത്മീയ സത്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു തിരുവചന ഭാഗമാണിത്. ഒന്നാമതായി ഈ വാക്യത്തിൽ ദൈവം നമ്മോട് പറയുന്നത് വ്യാജ സാക്ഷ്യം പറയരുത് എന്നാണ്. ഇന്നത്തെ ലോകത്തിൽ നമുക്ക് ചുറ്റും പലപ്പോഴും ആളുകൾ കേട്ട വർത്തമാനങ്ങൾ യാതൊന്നും തന്നെ പരിശോധിക്കാതെ അത് പ്രചരിപ്പിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റിലുമുള്ളത്. പക്ഷെ ദൈവമക്കൾ സത്യത്തിൽ നടക്കേണ്ടുന്നവരാണ് എന്ന് ഈ വാക്യത്തിലൂടെ ദൈവം നമ്മോട് പറയുകയാണ്. നമ്മുടെ വാക്കുകൾ മറ്റൊരാളുടെ ജീവിതത്തെ ഒരിക്കലും തകർക്കുന്നതോ മറ്റൊരാളുടെ ജീവിതത്തിനോ അവൻ്റെ ജീവനോ ഹാനി വരുത്തുന്നതോ ഒന്നായി തീരരുത് എന്ന് ദൈവം ഈ വചനത്തിലൂടെ വ്യക്തമാക്കുന്നു. രണ്ടാമതായി, പലരുടെ പിന്നാലെ അന്യായത്തിന് പോകരുത് എന്ന് ദൈവം പറയുന്നു. ലോകം മുഴുവൻ ഒരു തെറ്റായ വഴിയിലേക്ക് പോകുമ്പോഴും ദൈവത്തിൻ്റെ മക്കൾ സത്യത്തിൻ്റെ വഴിയിൽ തന്നെ നിലനിൽക്കണം. ജനക്കൂട്ടത്തിൻ്റെ അഭിപ്രായമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടുന്നത്. മൂന്നാമതായി, ഈ വചനത്തിൽ ദൈവം ഒരു അത്ഭുതകരമായ ഒരു സ്നേഹപാഠം ഇവിടെ നൽകിയിരിക്കുന്നു. നിന്റെ ശത്രുവിൻ്റെ കഴുത വഴി തെറ്റിയാൽ തിരികെ അതിനെ എത്തിക്കണം എന്ന് ദൈവം പറയുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മെ വെറുക്കുന്നവരോട് പോലും നന്മ ചെയ്യുവാൻ ദൈവം ഈ തിരുവചനത്തിലൂടെ നമ്മെ വിളിക്കുകയാണ്. യേശുതമ്പുരാനും അപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മെ വേദനിപ്പിച്ചവരും തെറ്റിദ്ധരിച്ചവരും ഉണ്ടാകാം. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾ പ്രതികാരം ചെയ്യുന്നവരല്ല, മറിച്ച്
കരുണ കാണിക്കുന്നവരാണ്. ഈ പ്രഭാതത്തിൽ ദൈവം ഇന്ന് നമ്മുടെ ജോലി സ്ഥലങ്ങളിലും, നമ്മുടെ പഠന മേഖലകളിലും, നമ്മുടെ യാത്രകളിലും, നമ്മുടെ കുടുംബ ജീവിതങ്ങളിലും തമ്പുരാനെ, നീ അവിടുന്ന് ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. രോഗികളായവരെ സ്പർശിക്കണമേ. ഭാരപ്പെട്ട ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകണമേ. ഈ സന്ദേശം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തികളെയും തമ്പുരാനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.